ഇന്നുണ്ടല്ലോ നല്ലൊരു കടുമാങ്ങയുടെ റെസിപ്പിയാണ്. ഒരു കിലോ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവേ. ഈ ഒരു മുഴുപ്പിൽ ഇതുപോലെ നമുക്കത് അരിഞ്ഞെടുക്കാം. അതിലേക്കുണ്ടല്ലോ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കതൊരു 1 മണിക്കൂർ അടച്ചു വെക്കാം. ഒരു മണിക്കൂറായി കേട്ടോ. അതിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് ഇരിപ്പുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു, 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പില ചേർത്ത് എന്നിട്ടുണ്ടെന്ന് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടല്ലോ, നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ആ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം